IFFK സിനിമാ പ്രതിസന്ധിക്കിടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടിക്കെതിരെ മുൻ ചെയർമാൻ കമൽ. ഇതുവരെ ഒരു IFFKയിലും അക്കാദമി ചെയർമാൻ ഇല്ലാതിരുന്നിട്ടില്ല. സിനിമകൾ തെരഞ്ഞെടുക്കുന്നതിൽ സർക്കാരിനേക്കാൾ അധികാരം ചെയർമാനാണ്. മുൻകൂട്ടി തീരുമാനിച്ച പരിപാടിക്കാണ് റസൂൽ പൂക്കുട്ടി പോയത്. ഇത്രയും തിരക്കുള്ളയാൾ ചെയർമാൻ ആകണമോ എന്നും കമൽ ചോദിച്ചു. ചെയർമാനാണ് ഫെസ്റ്റിവൽ ഡയറക്ടർ. അപ്പോൾ ഫെസ്റ്റിവൽ ഡയറക്ടറുടെ അനുമതി ഇല്ലാണ്ട് ശരിക്കും പറഞ്ഞ ഒരു സിനിമ കാണിക്കാതിരിക്കാനും പാടില്ല. അങ്ങനെയാണ് ഇതിൻ്റെ നിയമം. അദ്ദേഹം ഇവിടെ ചെയർമാനായിട്ട് ചാർജ് എടുക്കുന്നതിന് മുൻപ് തന്നെ മിനിസ്റ്ററോട് പറഞ്ഞിരുന്നു, എനിക്ക് ഈ ഫെസ്റ്റിവൽ സമയത്ത് വരാൻ പറ്റില്ല, എൻ്റെ അസൗകര്യം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചാർജ് എടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഇത്രയും തിരക്കുള്ള ഒരാൾ ചെയർമാനായിട്ട് വരേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ചെയ്യേണ്ട കാര്യം. കാരണം സുനിഷ യെല്ലൂർ നൽകും വിശദാംശങ്ങൾ. സുനിഷ, ഒരുപക്ഷെ ഈ മേളയുടെ ഇത്തരത്തിൽ ഒരു അസാധാരണ പ്രതിസന്ധി ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടാവില്ല. ആ രീതിയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ചെയർമാൻ സ്ഥലത്തില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ കമൽ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം നേരത്തെ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തത്. പക്ഷെ അപ്പോഴും കമൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഇത്രയും തിരക്കുള്ള ഒരാൾ വരണമോ എന്നുള്ളതാണ്. ഇപ്പോൾ വലിയ വിമർശനം കമൽ മാത്രമല്ല ഉന്നയിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതെ ശ്രുതി, അത് തന്നെയാണ്. അതായത് ഇന്ന് IFFK തുടങ്ങി 5-ാം ദിവസമാവുകയാണ്. പക്ഷേ ഈ 5 ദിവസവും ഈ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പ്രധാനമായും നേരത്തെ പറഞ്ഞതുപോലെ ചില സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ ലണ്ടനിലായിരിക്കും എന്നുള്ളത് നേരത്തെ തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ അറിയിക്കുകയും ചെയ്തിരുന്നു. അതെല്ലാം പറഞ്ഞതിന് ശേഷം തന്നെയാണ് ഇദ്ദേഹത്തെ ചെയർമാനായി തെരഞ്ഞെടുക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഇന്ന് കമൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത്തരമൊരു പ്രതിസന്ധി ഇപ്പോൾ 19 സിനിമകളടക്കം കടുംവെട്ട് വന്നപ്പോൾ പോലും അതിൽ കൃത്യമായൊരു പ്രതികരണം നടത്താൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഇല്ലാത്ത വിഷയം അത് വലിയ തരത്തിൽ തന്നെ വിമർശനമായി ഉയരുകയും ചെയ്തിരുന്നു. ഇന്ന് ഡോക്ടർ ബിജു അടക്കമുള്ള സംവിധായകർ ചെയർമാനെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലൊരു ഡമ്മി ചെയർമാന്റെ ആവശ്യകതയുണ്ടോ, ഒരു ഗസ്റ്റായി എത്തേണ്ടതാണോ ചെയർമാന്റെ സാന്നിധ്യം എന്നുള്ളതടക്കമുള്ള ചോദ്യങ്ങൾ പ്രധാനമായും പല ഭാഗങ്ങളിൽ നിന്നും ഉയരുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയായിരുന്ന കമൽ കൂടി രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ റസൂൽ പൂക്കുട്ടിയെ കുറ്റം പറയുന്നില്ല, പക്ഷേ അദ്ദേഹം നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇത്തരം തിരക്കുള്ള ആളെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആക്കേണ്ടിയിരുന്നോ എന്നൊരു ചോദ്യം അദ്ദേഹം കൂടി ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സർക്കാർ അതിൽ ആലോചിക്കേണ്ടിയിരുന്നില്ലേ എന്നത് തന്നെയാണ് ചോദ്യമായി വരുന്നത്. സ്വാഭാവികമായും ചലച്ചിത്ര അക്കാദമിയിൽ സ്ക്രീൻ ചെയ്യുന്ന ഓരോ സിനിമകളും ഏത് വേണം ഏത് വേണ്ട, അല്ലെങ്കിൽ അത്തരം അടക്കം ഈ സിനിമകളിലടക്കം തീരുമാനമെടുക്കുന്നത് സർക്കാരിനേക്കാൾ ആ തീരുമാനമെടുക്കാനുള്ള ചുമതല അത് ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാനിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. അപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഈ സമയങ്ങളിലൊന്നും ഇല്ലാത്തത് അത് വലിയ തരത്തിൽ തന്നെ ബാധിക്കുമെന്നുള്ളതാണ്. വ്യക്തമാണ്.